കമ്പനി നിങ്ങൾക്ക് 1 ലക്ഷം രൂപ സാലറി നൽകുന്നുണ്ടോ? എന്നാൽ നിങ്ങളൊന്ന് ആലോചിക്കൂ, ആ ഒരു കമ്പനി നിങ്ങളെ ഉപയോഗിച്ച് എത്ര ലക്ഷം രൂപയായിരിക്കും സമ്പാദിക്കുന്നത്? നിങ്ങൾ ജോലി ചെയ്യുന്ന ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ റിസൈൻ ചെയ്യുകയാണെന്ന് കരുതുക. എന്താ ഇപ്പോൾ സംഭവിക്കുന്നത്? ആ കമ്പനിക്ക് ഒന്നും സംഭവിക്കില്ല. പക്ഷെ നിങ്ങളുടെ അവസ്ഥ എന്താകുമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം നിറവേറാനാണോ ജോലി ചെയ്യുന്നത്, അതോ വേറെ ആരുടെയോ സ്വപ്നം നിറവേറാൻ വേണ്ടി നിങ്ങൾ അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂലിക്കാരനാണോ? ഒരുപക്ഷെ ഈ മാസം നിങ്ങൾ നിങ്ങളുടെ ജോലി റിസൈൻ ചെയ്യുക എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നിങ്ങളുടെ ആ കഴിവ് മുഴുവൻ നിങ്ങളുടെ ഒരു ജോലിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതോ നിങ്ങളുടെ ഉള്ള കഴിവ് പോലും പുറത്തെടുക്കാൻ പറ്റാതെ ഇങ്ങനെ വീർപ്പ് മൂട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഒരുപക്ഷെ നാളെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയാണ്. എന്നാൽ ജോലി ഇല്ലാതെ എത്ര ദിവസം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും? ഇനി മുന്നോട്ട് എത്ര നാൾ നിങ്ങൾക്ക് ഒരു ജോലി ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും എന്നൊരു തരത്തിലുള്ള ബാക്കപ്പ് നിങ്ങളുടെ കയ്യിലുണ്ട്? ഞാനിപ്പോൾ ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ചിലപ്പോൾ ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞേക്കാം. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ഫ്രീഡം മലയാളം മണി ചാനലിലേക്ക് സ്വാഗതം. 9 മണി മുതൽ 5 മണി വരെയുള്ള ആ ഒരു ഷിഫ്റ്റും ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ സന്തോഷമുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ കാണണ്ട, ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളൂ. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ സന്തുഷ്ടരല്ല, നിങ്ങൾക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഈ ഒരു റൊട്ടീനിൽ നിന്ന് മാറണം, എന്റെ കഴിവ് എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം, എന്റെ സമയം എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണോ ഈ ഒരു വീഡിയോ? ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയണമെന്ന് ആഗ്രഹമുള്ളവരും സ്വന്തമായി എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നവരും മാത്രം ഈ വീഡിയോ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനൊരു 8 പോയിന്റ് ആയിട്ടാണ് ഈ ഒരു ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത് വിത്ത് എക്സാമ്പിൾസ്. അതിൽ ആദ്യത്തെ പോയിന്റ് ആണ് ഇൻകം. ഓൺ 100% ഓഫ് വാട്ട് യു ഏൺ. നമ്മളിപ്പോൾ സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്, ഇപ്പോൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ അവരുടെ ആ ഒരു ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു 0.5 അല്ലെങ്കിൽ അതിൽ നിന്ന് താഴെ ഒരു വരുമാനം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കൊരു ഇൻകം മാത്രമാണ് ലഭിക്കുന്നത്. നമ്മളുടെ എഫേർട്ടിന് നമുക്ക് ലഭിക്കുന്നത് ഒരു തുച്ഛമായ തുകയാണ്. പക്ഷേ നമ്മളുടെ എഫേർട്ട് മുഴുവനും നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. നമ്മൾ അധ്വാനിക്കുന്നതിന്റെ ഫലം മുഴുവനും നമുക്ക് ലഭിക്കണം. അതെ, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ജീവിതകാലം മുഴുവൻ തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ മുഴുവൻ റിസൾട്ടും നിങ്ങൾ അധ്വാനത്തിന്റെ മുഴുവൻ ഫലവും നിങ്ങൾക്ക് ലഭിക്കില്ല. അതിൽ നിന്ന് നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് എപ്പോഴാണ് നിങ്ങൾ പുറത്തിറങ്ങുന്നത്, അപ്പോഴാണ് നിങ്ങളുടെ വിജയത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ സാലറി ലഭിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ, ഈ കമ്പനി നിങ്ങൾക്ക് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് സാലറിയായി നൽകുന്നുണ്ടെങ്കിൽ ഈ കമ്പനിയിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ സ്വന്തമായി എന്തെങ്കിലും ആരംഭിക്കുകയാണെങ്കിൽ ഈ 1 ലക്ഷത്തിൽ നിന്നും എത്ര മടങ്ങ് അധികം രൂപയായിരിക്കും നിങ്ങൾക്ക് സ്വന്തമായി നേടാൻ സാധിക്കുന്നത്? ഈ കാര്യം ഞാൻ വെറുതെ ഒന്നുമല്ല പറയുന്നത്, ഇതിന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് ഷുഗർ. മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന എല്ലാ പെൺകുട്ടികളും, ഇപ്പോൾ പെൺകുട്ടികൾ മാത്രമല്ല പുരുഷന്മാരും മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മേക്കപ്പ് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് ബ്രാൻഡാണ് ഷുഗർ. ഷുഗറിന്റെ ഓണറാണ് വിനീത സിംഗ്. വിനീത സിംഗ് IIM അഹമ്മദാബാദിലെ ഗ്രാജുവേറ്റ് ആണ്. പുള്ളിക്കാരുടെ പഠിത്തം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഏകദേശം ഇയർലി 1 കോടി രൂപ പാക്കേജ് ഉള്ള ഒരു ജോലി ലഭിച്ചു. പക്ഷെ പുള്ളിക്കാരി അതിനുശേഷം ചിന്തിക്കുകയായിരുന്നു, എനിക്ക് 1 കോടി രൂപ ഇങ്ങനെ സാലറി തരുന്നുണ്ടെങ്കിൽ എന്റെ വർത്ത് അതിൽ നിന്നും അധികമാണ്. അതായത് ആ കമ്പനി അവർക്ക് സാലറിയായി നൽകുന്നത് 1 കോടി രൂപയാണെങ്കിൽ എന്റെ ആ ഒരു വില, എന്റെ ഒരു അധ്വാനത്തിന്റെ വില, എന്റെ ആ ഒരു സ്കില്ല് ഇതിൽ നിന്നും അധികമാണ്. അപ്പോൾ പുള്ളിക്കാരി ആ ജോലി വേണ്ടാന്ന് വെക്കുന്നു. അവിടെയാണ് വിനീത സിംഗിന്റെ സക്സസ് സ്റ്റോറി ആരംഭിക്കുന്നത്. വിനീത സിംഗ് ആ ഒരു ജോലി ഉപേക്ഷിക്കുകയും സ്വന്തമായി ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അതാണ് ഇന്ന് നമ്മൾ എല്ലാവരുടെയും കോസ്മെറ്റിക്സിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഷുഗർ എന്ന് നമ്മളിപ്പോൾ എല്ലാവരും അറിയപ്പെടുന്ന ആ ഒരു ബ്രാൻഡായിട്ട് മാറിയിരിക്കുന്നത്. ഇന്ന് ആ ഒരു കമ്പനി 5000 കോടി രൂപ വെർത്തുള്ള ഒരു കമ്പനിയായി മാറിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ഥിരമായ ഒരു 9 to 5 ഒരു ജോലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അന്നുള്ള ആഹാരം നമുക്ക് ലഭിക്കും. പക്ഷേ നമ്മളൊരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് സെറ്റിൽമെന്റ് ആണ് അവിടെ നടക്കുന്നത്. ആദ്യം ഒരു സ്ട്രഗിൾ ഉണ്ടാവും, പക്ഷേ ആ ഒരു സ്ട്രഗിൾ നമ്മളുടെ ജീവിതകാലം മുഴുവൻ, നമ്മുടെ ജീവിതം മാത്രമല്ല നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് വരെ സമാധാനമായി ജീവിക്കാൻ പറ്റുന്ന, സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന ആ ഒരു പ്രോഫിറ്റ് ആണ് ഈ ഒരു ബിസിനസ് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് സ്വന്തമായ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു വർത്ത് വളരെ വലുതായിരിക്കും. രണ്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ആണ് ഐഡന്റിറ്റി, ദ പവർ ഓഫ് യുവർ നെയിം. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഞാനും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എന്റെ ഇപ്പോഴത്തെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ആങ്കർ ആണ്. ഒട്ടുമിക്ക ആളുകളും ഓരോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. പെട്ടെന്ന് ഒരു ദിവസം പ്രതീക്ഷിക്കാതെ നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇനിയും ഇവിടെ ജോലിയില്ല, നിങ്ങൾക്ക് പോകാം. എന്നാൽ നമ്മുടെ ഡെസിഗ്നേഷൻ എന്താണ്? നമുക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലാതെ മാറുകയാണ്. അതായത് ഈ ഒരു വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്ത് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒരു ഐഡന്റിറ്റി തന്നെ ഇല്ലാതാവുകയാണ്. അതിനുവേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ ആ ഒരു ബ്രാൻഡ് നിങ്ങളുടെ ഐഡന്റിറ്റി ആയി മാറും. നിങ്ങൾ തുടങ്ങുന്ന ആ ഒരു ബ്രാൻഡിലൂടെ നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നു. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി നഷ്ടപ്പെട്ടാൽ നാളെ നിങ്ങൾ ആരുമല്ലാതാകുന്നു. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് നിങ്ങൾക്ക് ഒരുപക്ഷെ വേണ്ടെന്ന് വെച്ചാലും ആ ബിസിനസ്സിൽ നിങ്ങൾ മുതൽ മുടക്കിയ തുകയിൽ നിന്നും കൂടുതൽ മാത്രമേ നിങ്ങൾക്ക് റിട്ടേൺ ആയി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ബിസിനസ് ആരംഭിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ഒരു ഐഡന്റിറ്റിനെ കീപ്പ് ചെയ്യുന്ന ഒരു മാനദണ്ഡമായി കൂടി മാറുകയാണ്.
ഇതും ഞാൻ നിങ്ങളോട് വെറുതെ പറയുന്നതല്ല. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓരോ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചാണ് പറയുന്നത്. ഈ പോയിന്റിന്റെയും ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേരാണ് റിതേഷ് അഗർവാൾ. ഇത് കേട്ടിട്ടില്ലെങ്കിലും എല്ലാവരും ഓയോ എന്നത് കേട്ടിട്ടുണ്ടാവും. ഓയോയുടെ ഓണറാണ് റിതേഷ് അഗർവാൾ. എല്ലാവർക്കും ഫെമിലിയർ ആയ ഒരു ബ്രാൻഡാണ്, ഒരു ബിസിനസ് സാമ്രാജ്യമാണ് ഓയോ. റിതേഷ് അഗർവാൾ ഒന്നുമില്ലാതെയാണ് ഈ ഒരു ബിസിനസ് ആരംഭിച്ചത്. പക്ഷെ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ബിസിനസ് സാമ്രാജ്യമായി ഓയോ മാറിയിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, റിതേഷ് അഗർവാൾ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് പോലെ സാധാരണയായി ചിന്തിച്ച് ഒരു ഹോട്ടൽ ജീവനക്കാരനായി ജോലി ചെയ്യുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിലെ ഒരു റീജിയണൽ മാനേജറോ അല്ലെങ്കിൽ ഒരു മാനേജറോ അല്ലെങ്കിൽ ഒരു റിസപ്ഷനിസ്റ്റോ മാറേണ്ട ആളായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം ഒരു 400 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാളായി മാറിയിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ സക്സസ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു എംപ്ലോയി ആയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു എംപ്ലോയി നെയിം എന്ന് പറയുന്നത് വെറും ടെമ്പററി ആണ്. ഇന്നൊരു ജോലി ഉണ്ടാവാം, നാളെ ആ കമ്പനി നമ്മളെ പറഞ്ഞു വിട്ടാൽ നാളെ നമുക്ക് ആ ഒരു ഐഡന്റിറ്റി തന്നെ ഇല്ലാതാകുന്നു. പക്ഷെ നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബ്രാൻഡ് നമ്മൾ മരിക്കുന്നത് വരെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറയിലും ആ ഒരു ബ്രാൻഡ് വാല്യൂ, ആ ഒരു ബ്രാൻഡ് നെയിം നിലനിൽക്കുന്നു. മൂന്നാമത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ലെഗസി, യുവർ ഫാമിലീസ് ഫ്യൂച്ചർ. സാധാരണ ഒരു ജോലി ചെയ്യുന്ന ആള്, ഒരു എംപ്ലോയി, അവർ ജോലി ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണ്. അതായത് ഇന്നത്തെ ഭക്ഷണം, ഇന്നത്തെ നമ്മൾ ഈ ഒരു മാസത്തെ റെന്റ്, ഈ മാസത്തെ കറണ്ട് ബില്ല്, ഇപ്പോഴത്തെ കുട്ടികളുടെ പഠനം. പക്ഷേ ഒരു ബിസിനസ്മാൻ ജോലി ചെയ്യുന്നത്, ഒരു ബിസിനസ്മാൻ വർക്ക് ചെയ്യുന്നത് അവരുടെ തലമുറയ്ക്ക് വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ ജോലി റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് സാലറി ലഭിക്കുന്നില്ല. അതായത് നമ്മൾ ജോലി ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് മന്ത്ലി ഒരു ഇൻകം ലഭിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ റിട്ടയർഡ് ആവുമ്പോൾ നമ്മളുടെ ജോലി നമ്മൾ നിർത്തുന്നു, നമുക്ക് വരുമാനവും ഇല്ലാതാകുന്നു. ഒരു പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ റിട്ടയർമെന്റ് കാലത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾ ബിസിനസ് നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറ ആ ഒരു ബിസിനസ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുകയും ആ ഒരു ബിസിനസ് തലമുറകളോളം നിലനിൽക്കുകയും നിങ്ങളുടെ തലമുറകളെല്ലാം റിച്ചായി ജീവിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ 2 തരത്തിലുള്ള ഒരു ലൈഫാണ് പറഞ്ഞത്. ഇതിൽ ഏത് തരത്തിലുള്ള ലൈഫാണ് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇത് ഞാൻ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. ഇതിലെയും ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പോൾ ഒരു ചായക്കട നടത്തുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു ചായക്കട ബിസിനസ്സിൽ നിന്ന് ഏകദേശം ഒരു ദിവസം നമുക്ക് ഒരു 1000 രൂപ ലഭിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ കുറച്ച് അഡീഷണൽ സ്നാക്സ് കൂടുതൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ഇൻകം ലഭിക്കുന്നു. അങ്ങനെ ഒരു 5 വർഷം കഴിയുമ്പോൾ അതൊരു 5 ലക്ഷത്തിന്റെയോ 10 ലക്ഷത്തിന്റെയോ ഒരു സ്റ്റോറായി അല്ലെങ്കിൽ ഒരു ചായക്കടയായി മാറുന്നു. അപ്പോൾ നമ്മളുടെ കുട്ടിയും അതിനോടൊപ്പം വളർന്നു വരികയാണ്. നമ്മളുടെ മകനെ അല്ലെങ്കിൽ മകളെ നമ്മളൊരു MBA അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിപ്പിച്ചു എന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ നാളെ അവർക്ക് ഇതൊരു ബിസിനസ് ആക്കി മാറ്റാനുള്ള ഒരു ഐഡിയ വരികയാണ്. നാളെ ചിലപ്പോൾ ഈ ഒരു ചായക്കട ഒരു 5 സ്റ്റാർ ഹോട്ടലായിട്ട് മാറിയിട്ടുണ്ടാവാം. നമ്മളുടെ കുട്ടികൾക്ക് വളരുന്നതിനും അവർ ഫ്യൂച്ചറിൽ കൂടുതൽ പ്രൊഡക്റ്റീവായ ഒരാളായി മാറുന്നതിനും നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇപ്പോഴേ തുടങ്ങി വെക്കണം. ഒന്നും തുടങ്ങാതെ, ഒന്നും കയ്യിലില്ലാതെ ഈ ഒരു ജനറേഷനിൽ നമ്മൾ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നാളെ നമ്മളുടെ കുട്ടികളെങ്കിലും ആ ഒരു വെൽ സെറ്റിൽഡ് അല്ലെങ്കിൽ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ലൈഫ് ആക്കണമെങ്കിൽ ഇന്നു മുതലേ നമ്മളുടെ തീരുമാനങ്ങളും നമ്മളുടെ ചിന്തകളും നമ്മളുടെ ചിന്താ രീതിയും എങ്ങനെ നാളെ മുന്നോട്ട് പോകണമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് മാറ്റുകയാണെങ്കിൽ നമ്മളുടെ അടുത്ത തലമുറയും നാളത്തെ അംബാനിയോ അല്ലെങ്കിൽ അതിലും മുകളിലുള്ള ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് വിമണായി മാറാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെയാണ്. 4ാമത്തെ പോയിന്റ് ആണ് പാസീവ് ഇൻകം, ഏൺ വിത്തൗട്ട് വർക്കിംഗ്. നമ്മൾ സാധാരണ ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളുടെ ജോലി നിർത്തുന്ന അന്ന് നമ്മളുടെ ഇൻകവും നിൽക്കുകയാണ്. പിന്നീട് നമുക്ക് അങ്ങോട്ട് നമ്മളുടെ സാലറി ലഭിക്കില്ല. പക്ഷേ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെന്റിന് ശേഷവും നിങ്ങൾക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു. കാരണം നിങ്ങൾ തുടങ്ങി വെച്ച ആ ഒരു ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടേൺ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് പണം വരുന്നത് ഒരിക്കലും ഒരു തടസ്സമായി മാറുന്നേയില്ല. അവിടെയാണ് ഒരു സാധാരണ എംപ്ലോയിയുടെയും ഒരു ബിസിനസ്മാന്റെയും ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ഞാൻ നിങ്ങൾക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ 2 ആളുകളെ നമ്മൾ എടുക്കുകയാണ്. ഒരാൾ ഭയങ്കര ഹൈ സാലറി എംപ്ലോയി ആണ്, അല്ലെങ്കിൽ ഒരു IT കമ്പനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നല്ലൊരു വലിയ രീതിയിലുള്ള സാലറി മേടിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരാൾ. അടുത്ത ആൾ ഒരു സാധാരണ ഒരു റെസ്റ്റോറന്റ് ഓണറാണ്. ഇവർ 2 പേരുടെ ലൈഫ് എന്താവുമെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഒരു 30 വർഷം കഴിഞ്ഞു. ഈ ഒരു IT കമ്പനിക്കാരൻ അയാളുടെ റിട്ടയർമെന്റ് സ്റ്റേജിലെത്തി, റിട്ടയർഡ് ആയി. ആ ഒരു റിട്ടയർഡ് ആവുന്ന ആ ഒരു മന്ത് മുതൽ അയാളുടെ ഇൻകം ഇല്ലാതാകുന്നു, അയാൾക്ക് സാലറി ലഭിക്കുന്നില്ല. അപ്പോൾ എന്താണ്, ആ ഒരു സാലറി ലഭിച്ച സമയത്ത് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസ പിന്നെ റിട്ടയർമെന്റ് കാലം ജീവിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. ജനറേഷൻ തീരുന്നു, അടുത്ത ജനറേഷന് വേണ്ടി ഒന്നുമില്ല, അവർക്ക് വേണ്ടി സമ്പാദിക്കുന്നു, റിപ്പീറ്റ് ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ ഒരു റെസ്റ്റോറന്റ് ഓണറിന്റെ ലൈഫ് ഒരു 10 വർഷം അല്ലെങ്കിൽ 30 വർഷം കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മൾ അടുത്ത് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ കുറച്ച് വർഷം ഒബ്വിയസ്ലി സ്ട്രഗിൾ ആയിരിക്കും. കാരണം സ്ഥിരം മാസ വരുമാനം ഇല്ലാതാകുന്നു, ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായി കുറെ കാശ് കടം വാങ്ങിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് സ്ട്രഗിൾ ആയിരിക്കും. അവരൊരു ഹോട്ടൽ ആരംഭിച്ചു,
പക്ഷേ കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും റിട്ടേൺ, ഇപ്പോൾ ഒരു ഹോട്ടലാണെങ്കിൽ നമുക്ക് എന്തായാലും റിട്ടേൺ ഉണ്ടാവും. ആ റിട്ടേൺ ഉപയോഗിച്ച് കടങ്ങളെല്ലാം തീർക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴും കാര്യമായ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. കടം തീർക്കുന്നു, അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അടച്ചു തീർക്കുന്നു. പക്ഷേ ഈ കടങ്ങളെല്ലാം തീരുമ്പോഴാണ് ഗെയിം ചേഞ്ചിങ് ഉണ്ടാകുന്നത്. അതായത് ലഭിക്കുന്ന പ്രോഫിറ്റ് എല്ലാം അയാളുടെ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുന്നു. അത് വളർന്ന് ഒരു 30 വർഷമായി കഴിയുമ്പോൾ ഇതൊരു റെപ്യൂട്ടഡ് റെസ്റ്റോറന്റ് ആവുകയും അതുപോലെ തന്നെ അവർക്ക് ആ ഒരു ബിസിനസ്സിൽ നിന്ന് കൂടുതൽ പണം സമ്പാദിക്കാനും സാധിക്കുന്നു. റിട്ടയർമെന്റ് കഴിഞ്ഞാലും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയും ആ ഒരു റെസ്റ്റോറന്റ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയും കൂടുതൽ പണം ആ ഒരു ബിസിനസ്സിൽ നിന്ന് സമ്പാദിക്കാനും സാധിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പണം ആ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും. പക്ഷേ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് പണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നിങ്ങൾ ബിസിനസ് ആരംഭിച്ചാൽ അവിടെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഫണ്ട് വന്നുകൊണ്ടേയിരിക്കും. അഞ്ചാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ആണ് വാല്യൂ ക്രിയേഷൻ. യുവർ ബിസിനസ് ക്യാൻ ബി സോൾഡ് ഫോർ ക്രോർസ്. നമ്മൾ ഏതെങ്കിലും കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒരു എംപ്ലോയി അവിടെ നിന്ന് റിസൈൻ ചെയ്തു പോയാൽ സാധാരണ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് കുറച്ച് സങ്കടം ഉണ്ടാവും. നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആളാണ് പോകുന്നതെങ്കിൽ നമ്മൾക്ക് മീൻസ് ഒബ്വിയസ്ലി നമ്മുടെ റൊട്ടീൻ അങ്ങനെ ആയിരിക്കും. അവരുടെ കൂടെ ചിലപ്പോൾ ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ അവരില്ലാത്തപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. പിന്നെ എല്ലാവരും കൂടെ ഒരു കേക്ക് കട്ട് ചെയ്യുന്നു, പിന്നെ ഹഗ് ചെയ്യുന്നു. പിന്നെ ഓഫീസിന്റെ അവിടെ നിന്ന്, അതായത് ഓഫീസ് സൈഡിൽ നിന്ന് ഒരു ഇമെയിൽ വരും, ഗുഡ് ബൈ, ടാറ്റ, ബൈ ബൈ, പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാവും. അതിൽ കൂടുതൽ എന്താണ് നമ്മളിപ്പോൾ ഒരു ജോലി നമ്മൾ ക്വിറ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്? ഒന്നും ലഭിക്കുന്നില്ല. ഒരു കേക്ക് കഴിഞ്ഞു. പിന്നെ അടുത്ത് നമ്മൾ ജോലി കണ്ടെത്തിയാൽ നമുക്ക് ഇൻകം, അല്ലെങ്കിൽ നമ്മൾ അവിടെ കുടുങ്ങി ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആ ബിസിനസ്സിൽ നിന്ന് ക്വിറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നത് മില്യൺസ് ആണ്. അവിടെയാണ് ഒരു സാധാരണ ജോലിയും ഒരു ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം, ഒരു വലിയ വ്യത്യാസമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ഒരു ക്ലൗഡ് കിച്ചൺ. അവർ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം കുറച്ച് ലക്ഷങ്ങൾ വെച്ചാണ്, ഒരു 10-15 ലക്ഷം വെച്ചാണ് അവർ ഒരു ക്ലൗഡ് കിച്ചൺ ആരംഭിച്ചത്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് അത് നിർത്തണമെന്ന് തോന്നി. അവർ ആ ഒരു ക്ലൗഡ് കിച്ചൺ വിൽക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാമോ ഇപ്പോൾ അതിൽ ഏകദേശം എത്ര രൂപ ആയിരിക്കും ആ ഒരു ക്ലൗഡ് കിച്ചൺ വിറ്റപ്പോൾ അവർക്ക് ലഭിച്ചതെന്ന്? 1-2 കോടിയല്ല, അവർക്ക് ലഭിച്ചത് 350 കോടിയാണ് ആ ഒരു ക്ലൗഡ് കിച്ചൺ വിറ്റപ്പോൾ അവർക്ക് ലഭിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ലക്ഷങ്ങളിൽ നിന്ന് കോടി രൂപയിലേക്കാണ് ആ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഒരു എംപ്ലോയി ആയ ഒരു കമ്പനിയിൽ നിന്ന് പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മളുടെ കമ്പനി നമുക്ക് കോടികളൊന്നും തരില്ല. ജസ്റ്റ് ബൈ ഒരു കേക്ക് കട്ടിങ് നമ്മൾ അങ്ങ് പറഞ്ഞു വിടുന്നു. പക്ഷെ നിങ്ങൾ ഒരു ബിസിനസ് ആരംഭിച്ചതിന് ശേഷമാണ് നിർത്താൻ പ്ലാൻ ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നത് മില്യൺസ് ആണ്, കോടികളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ജോലി ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ വിജയത്തിന് വേണ്ടിയല്ല. നിങ്ങൾ ജോലി ചെയ്യേണ്ടത് നിങ്ങളുടെ വിജയത്തിനും നിങ്ങൾ സമ്പന്നരായി ജീവിക്കാനും വേണ്ടിയാണ്. ആറാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ആണ് ജോബ് സീക്കർ വെർസസ് ജോബ് ക്രിയേറ്റർ. നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ എപ്പോഴും നമ്മൾ ജോബ് സീക്കേഴ്സ് ആണ്. ഇന്നൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, നാളെ അവർ പറയുകയാണ് നിങ്ങളുടെ ആവശ്യം ഈ കമ്പനിക്ക് ഇല്ല, നിങ്ങൾ പൊക്കോളൂ. അടുത്ത ദിവസം മുതൽ നമ്മൾ വീണ്ടും ഒരു ജോബ് സീക്കറായി മാറുകയാണ്. എല്ലാ കമ്പനികളിലും കയറി ഇറങ്ങുന്നു, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു, റെസ്യൂമെ അയച്ചു കൊടുക്കുന്നു, സെലക്ട് ആവുകയാണെങ്കിൽ ഇന്റർവ്യൂവിന് പോകുന്നു, ഇന്റർവ്യൂവിന് പോയി റിജക്റ്റ് ആവുകയാണെങ്കിൽ വീണ്ടും അടുത്ത കമ്പനിയിൽ പോകുന്നു, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾ 4 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാളായി മാറുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിക്കൂ, ജോലിക്ക് വേണ്ടി ഓരോ കമ്പനിയിലും കയറി ഇറങ്ങുന്ന ഒരാളായി മാറണോ, അല്ലെങ്കിൽ 4 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു ക്രിയേറ്ററായി മാറണോ എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ ഡിസിഷൻ എടുക്കൂ. ഇതും ഞാൻ വെറുതെ പറയുന്നതല്ല, ഇങ്ങനെ ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ ഒരു എക്സാമ്പിളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ബസ്സാണ് റെഡ് ബസ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മറ്റുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരും അതുപോലെ യാത്ര പോകുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു ബ്രാൻഡ്, ഒരു ബിസിനസ് സാമ്രാജ്യമാണ് റെഡ് ബസ്. റെഡ് ബസിന്റെ ഓണറാണ് ഫനീന്ദ്ര ശർമ്മ. അദ്ദേഹം എങ്ങനെയാണ് കുറച്ചു പേർക്ക്, ഒരു 10 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാളായി മാറിയതെന്നുള്ള സ്റ്റോറി നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം ഏതെങ്കിലും ഒരു ബസ് ഏജൻസിയിൽ ഏതെങ്കിലും മാനേജറോ എന്തെങ്കിലുമായി വർക്ക് ചെയ്യാം, മന്ത്ലി കിട്ടുന്ന സാലറി വെച്ച് സന്തോഷമായി ജീവിക്കാമെന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഒരു എക്സാമ്പിളായി പറയുമായിരുന്നു? ഒരിക്കലുമില്ല. അദ്ദേഹം അതിൽ നിന്ന് മാറി ചിന്തിച്ച് ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായപ്പോഴാണ് ഒരു 100 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാളായി മാറിയത്. ഇതുപോലെയാണ് നമ്മൾ എല്ലാവരും മാറി ചിന്തിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ജോലി അന്വേഷിച്ച് ആരുടെങ്കിലും പുറകെ പോകുന്ന ഒരാളായി മാറാതെ 100 പേർ നമ്മളുടെ പിന്നാലെ വന്ന് എനിക്കൊരു ജോലി തരുമോ എന്ന് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മളുടെ സക്സസ് സ്റ്റോറി സ്റ്റാർട്ട് ആകുന്നത്. നമ്മൾ സാധാരണ ഒരു എംപ്ലോയി ആണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്നത് നമ്മളുടെ സർവൈവിംഗ് മാത്രമാണ്, നമ്മളുടെ സർവൈവിംഗിന് വേണ്ടി മാത്രമാണ് നമ്മൾ അധ്വാനിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ ഒരു 100 പേരെ നമ്മൾ സംരക്ഷിക്കുകയാണ്. ഒരു തൊഴിൽ നൽകി 100 പേരുടെ ജീവിതം കൂടി സുരക്ഷിതമാക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. നിങ്ങളുടെ കാര്യം മാത്രം നോക്കി ജീവിക്കേണ്ട ഒരാളായി മാറണോ, അതോ നമ്മളും രക്ഷപ്പെട്ട് നമ്മളുടെ ചുറ്റുമുള്ള ഒരു 100 പേർക്കും കൂടെ ഒരു തൊഴിൽ നൽകുന്ന ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ ആയി മാറണോ എന്ന് നിങ്ങൾ ചിന്തിക്കൂ. ഏഴാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് റെപ്ലിക്കേഷൻ. ഗ്രോ 100 ടൈം ഫാസ്റ്റർ. നമ്മളൊരു സാധാരണ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ
നമുക്ക് കൂടുതലായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പൊസിഷൻ അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ നിങ്ങളൊരു മാനേജർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ മാനേജ്മെന്റ് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു HR ആണെങ്കിൽ HR പോളിസീസ് അങ്ങനെ ആ ഒരു ഓഫീസിന്റെ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിലെല്ലാം നിങ്ങൾക്ക് കൈവയ്ക്കാം. നിങ്ങൾ ഡാൻസ് കളിക്കുന്ന ആളാണോ, ഡാൻസ് കളിക്കാം. പാട്ട് പാടുന്ന ആളാണോ, പാട്ട് പാടാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മേഖലയിലാണോ ഇൻട്രസ്റ്റ്, അതൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇത് നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആണ്. എങ്ങനെ വളർത്തണം, ഏത് ടൈം വർക്ക് ചെയ്യണം, എല്ലാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ആരുടെയെങ്കിലും അണ്ടറിൽ പണിയെടുക്കുകയാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ സ്ട്രഗിൾ ചെയ്ത് അവരുടെ ആ ഒരു മാസത്തെ സാലറിക്ക് വേണ്ടി എന്തിനെന്ന് പോലും അറിയാതെ വെറുതെ പണിയെടുത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ല ഭാഗം മുഴുവൻ കളയുകയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന് ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ് അമൂൽ ആൻഡ് ഇറ്റ്സ് എക്സ്പാൻഷൻ. അമൂൽ സാധാരണ ഒരു കോപ്പറേറ്റീവ് കമ്പനി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടായില്ല. സാധാരണ ഒരു കമ്പനിയായാണ് ആരംഭിച്ചത്. പക്ഷേ ഇന്ന് അമൂൽ ഏകദേശം 70,000 കോടി രൂപയുടെ ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. ഏകദേശം 50ഓളം കൺട്രീസിൽ അമൂലിന്റെ പ്രോഡക്റ്റ് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമൂൽ സാധാരണ ഒരു പാലുൽപാദന ഒരു ഡയറി കമ്പനി ആയിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ അമൂലിന്റെ ഐസ്ക്രീം, അമൂലിന്റെ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ്, അമൂലിന്റെ ഡിഫറെന്റ് ഐസ്ക്രീം, സ്കേർഡ്, എല്ലാ സാധനങ്ങളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അവിടെ എന്താണ്, അതായത് ഒരു ബിസിനസ് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മേഖലയിൽ നമ്മുടെ ബിസിനസ് വളർത്താനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മളുടെ മുന്നിൽ നമുക്ക് തെളിഞ്ഞു വരുന്നത്. അംബാനി, അദാനി, ഏതൊരു ബിസിനസ് സക്സസ്ഫുൾ ബിസിനസ്മാനെ എടുത്താലും അവരെല്ലാം തുടങ്ങിയത് ഒരു ചെറിയ ഒരു കമ്പനിയിൽ നിന്നായിരിക്കും. ഏതൊരു ബ്രാൻഡ് എടുത്താലും, ഏതൊരു സക്സസ്ഫുൾ കമ്പനി എടുത്താലും അവരെല്ലാം തുടങ്ങിയത് വളരെ ചെറിയ രീതിയിലായിരിക്കും. ചെറിയ തട്ടുകടയോ ചെറിയ പെട്ടിക്കടയോ എന്നായിരിക്കും തുടങ്ങിയത്. പക്ഷേ അവരുടെ ആ ഒരു ചെയ്യാനുള്ള ഒരു ആത്മധൈര്യവും സ്ഥിരമായി അത് മുന്നോട്ട് കൊണ്ടുപോകാനും തകർച്ച വന്നാലും അതിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു മനക്കട്ടിയുമാണ് ഇന്നത്തെ ഓരോരോ സക്സസ്ഫുൾ ബിസിനസ്മാനായി ഓരോ വ്യക്തികളെയും മാറ്റിയത്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു പാഠമാണ്, നമ്മൾ ചെയ്യുന്ന ജോലി എപ്പോഴും ലിമിറ്റഡ് ആണ്. പക്ഷെ നമ്മൾ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ അതൊരു അൺലിമിറ്റഡ്, നമുക്ക് മുന്നിൽ ഒരു വലിയ ഒരു വാതിൽ തന്നെയാണ് തുറന്നു തരുന്നത്. എട്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഡൈവേഴ്സിഫിക്കേഷൻ, എക്സ്പ്ലോർ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ്. നമ്മളിപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രമായിരിക്കും ജോലി ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഇൻഡസ്ട്രിയിലേക്ക് നമ്മളുടെ ബിസിനസ് വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയുന്നു. അതിനൊരു ഉദാഹരണമാണ് മുകേഷ് അംബാനി. മുകേഷ് അംബാനി ആരംഭിച്ചത് ഒരു സാധാരണ ഓയിൽ മിൽ, ചെറിയൊരു കടയായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ സംരംഭമായിട്ടാണ് ആരംഭിച്ചത്. പക്ഷേ ഇന്ന് മുകേഷ് അംബാനി ഏതൊക്കെ മേഖലയാണ് ടച്ച് ചെയ്തിട്ടുള്ളത്? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഏതൊക്കെ മേഖലയാണ് ടച്ച് ചെയ്യാതെ വിട്ടത്? അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കും. കാരണം ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലും മുകേഷ് അംബാനി അവരുടെ ബിസിനസ് എത്തിച്ചു കഴിഞ്ഞു. ടെലികോം, റീറ്റെയിൽ, ഇ കൊമേഴ്സ്, എന്റർടൈൻമെന്റ്, അങ്ങനെ എല്ലാ മേഖലയിലും മുകേഷ് അംബാനിയുടെ ആ ഒരു ബിസിനസ് വ്യാപിച്ചു കഴിഞ്ഞു. മറ്റൊരു ഉദാഹരണമാണ് വിരാട് കോഹ്ലി. സാധാരണ ഒരു ക്രിക്കറ്ററായിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഏകദേശം 1000 കോടിയുടെ വർത്ത് ആയിട്ടുള്ള ഒരു ബിസിനസ്, ഫിറ്റ്നസ് റിലേറ്റഡ് അതുപോലെ തന്നെ ഫാഷൻ റിലേറ്റഡ് ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ അദ്ദേഹം കെട്ടിപ്പടുത്തു. നമ്മളൊരു സാധാരണ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു ബോക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ആ ഒരു മേഖലയിൽ മാത്രം ഇങ്ങനെ ചുരുങ്ങി നമ്മളുടെ ജീവിതം അവസാനിക്കുന്നു. പക്ഷെ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ ആരംഭിക്കുന്ന ഒരാളാവുകയാണെങ്കിൽ നമ്മളുടെ മുമ്പിൽ ഒരു വിശാലമായ ഒരു ബിസിനസ് സാമ്രാജ്യം, ഒരു വിശാലമായ ലോകം തന്നെ, ഒരു വലിയൊരു വാതിൽ തന്നെ നമുക്ക് മുന്നേ തുറന്നു വരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഒരു 8 കാര്യങ്ങളും ചർച്ച ചെയ്തു. ഞാൻ മുകളിൽ ചോദിച്ച ആ ഒരു ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു സ്ട്രഗിൾ ഫുൾ ആയിട്ടുള്ള ആ ഒരു 9 to 5 ആ ഒരു ജോലിയിൽ വീണ്ടും ജീവിതകാലം മുഴുവൻ തുടരണോ? അതോ ആദ്യത്തെ ആ ഒരു സ്ട്രഗിൾ മറന്ന് നിങ്ങളുടെ കംഫോർട്ട് സോൺ വിട്ടിറങ്ങി ഒരു ലോകം, നിങ്ങളുടെ ഒരു പുതിയ ബ്രാൻഡ് ആരംഭിച്ച് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന, നാളെ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് ഒരു എക്സാമ്പിളായി മാറണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ ഇപ്പോൾ തീരുമാനിക്കൂ. ഇതുപോലുള്ള ഫാം റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ്, മണി റിലേറ്റഡ് കോഴ്സ് വീഡിയോ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളാണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയുക. നമുക്ക് കൂടുതൽ വീഡിയോസും ചെയ്യാവുന്നതാണ്.